അമ്പലപ്പുഴ പി.കെ. മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ ആരംഭിച്ച പ്രഭാഷണ പരമ്പര സാഹിത്യ സാഗരം എച്ച്. സലാം എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലയിലേക്ക് സംഭാവന നൽകിയവരിൽ നിന്നുള്ള ദിനപത്രവും എച്ച്. സലാം ഏറ്റുവാങ്ങി. ഗ്രന്ഥശാല പ്രസിഡന്റ് കെ.പി. കൃഷ്ണദാസ് അധ്യക്ഷനായി. പുസ്തകാസ്വാദന ചർച്ചയും സാഹിത്യ പരിപാടികളുമായി വായനാ പ്രേമികൾക്ക് ഒത്തുചേരാൻ ഒരിടമായി ഗ്രന്ഥശാലയെ മാറ്റുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാറിനെ ചടങ്ങിൽ പ്രശസ്തി പത്രം നൽകി ആദരിച്ചു. കേരള കലാമണ്ഡലം ഡീൻ ഡോക്ടർ പി. വേണുഗോപാൽ അമ്പലപ്പുഴയുടെ സാംസ്കാരിക പൈതൃകം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല സെക്രട്ടറി N.S. ഗോപാലകൃഷ്ണൻ, കുഞ്ചനമ്പ്യാർ സ്മാരക സമിതി വൈസ് ചെയർമാൻ എ. ഓമനക്കുട്ടൻ, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് ജി. വേണുലാൽ, ജോയിന്റ് സെക്രട്ടറി പി. അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവർ, നല്ല ബോധ്യം എന്നുള്ളതല്ല, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബോധ്യമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ രണ്ടുപേരും എന്നുള്ള ഒരു മഹനീയത നമ്മുടെ ഈ ചടങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട അത്രയും സമ്പന്നമായ നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ പുതിയ തലമുറയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ അറിവില്ല. ഞാൻ ഈ ഒരു ഹെറിറ്റേജ് വാക്ക് എന്ന് പറഞ്ഞ ഈ നമ്മുടെ ബിസിനസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഉണ്ടായിരുന്നു, സാറും ഇവിടെ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളുമായി വാഹനത്തിൽ അല്പ ദൂരം ഞാനും അവരെ കൂടും. അപ്പോൾ ഈ അമ്പലപ്പുഴയിൽ ജീവിക്കുന്ന ആ കുട്ടികൾക്ക് തൊട്ട് ചുറ്റുമുള്ള നമ്മുടെ ഒരു നാടുമായി ബന്ധപ്പെട്ട പലതും അറിയില്ല. ഇവരൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സിലേക്ക് സംസാരിക്കുകയും ചെയ്തത് ആർക്കറിയില്ല. ഒരു സാധാരണ അറിയുമെന്ന് കരുതി നമ്മൾ വിചാരിക്കുന്ന കാര്യം പോലും അറിയില്ല. അപ്പോൾ പിന്നെ അതിനേക്കാൾ അപ്പുറമായ നമ്മുടെ ഒരു നാടിൻ്റെ ഈ ഒരു പോയ കാലത്തെ ഒരു മഹത്വപൂർണ്ണമായ ചരിത്രമൊന്നും നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല. അത് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ളൊരു സ്പേസ് നമ്മൾ നൽകുക എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്.